This is me Anza. This is me Anya. This is me Aisha. This is Mama Shadi. അപ്പം ഞങ്ങളെ ഉമ്മാൻ്റെ കൂടെയുണ്ട് കേട്ടോ. അപ്പം ഇത് രണ്ടും ഞങ്ങളെ കസിൻസ് ആണ്. പിന്നെ ഇത് ഞങ്ങളെ പെരുന്നാൾ ഡ്രസ്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ബീച്ചിൽ പോവാം കേട്ടോ. ജനസംഖ്യ അത്യാവശ്യം നല്ല കൂടുതലാണ്. അപ്പം എല്ലാവരും കൂടി ഇന്ന് നേരെ കോഴിക്കോട് ബീച്ചിൽ പോയി അവിടെ അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തുടക്കം എന്തായാലും പൊളിച്ചിക്കണ്, അവസാനം ഇങ്ങനെ നല്ലാക്കാറ്. പെട്ടു കോഴിക്കോട് പോകാന്ന് പറഞ്ഞാൽ പിന്നെ ബ്ലോക്ക് അത് നിർബന്ധമാണല്ലോ. അപ്പോൾ എന്തായാലും ആ നിർബന്ധം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ബ്ലോക്കിലാണ്. ഞങ്ങളങ്ങനെ കോഴിക്കോട് എത്തിക്കണം കേട്ടോ. കോഴിക്കോട് എത്തിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് രാത്രി ആയിക്കണ്. വയൊന്ന് ചെറുതായിട്ട് തെറ്റി, അതുകൊണ്ട് കേട്ടോ ലേറ്റ് ആയത്. കുടുങ്ങി നല്ല മഴയുണ്ട്. തണുക്കണം എൻ്റെ കുട്ടി നോക്കി. ബീച്ചിൽ പോണ സമയത്ത് മഴ എന്തൊരു സുഖം. നല്ല തണുക്കണുണ്ട് കേട്ടോ. കൈയിട്ടാണ് 8-ല്ല 16-ന്റെ പണി കിട്ടി. നല്ല മഴ. ഞങ്ങൾ ഓൾമോസ്റ്റ് കോർണിഷിൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു കേട്ടോ. മാത്രമല്ല നല്ല തണുപ്പുണ്ടേനി. ഞാനും മലകളൊക്കെ പുതച്ച് കിടക്കേനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തി. പക്ഷെ നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റൂല. അപ്പോൾ വണ്ടിയിലാണ് ഇരിക്കണേ. വേനൽക്കാലമായിട്ടൊന്ന് പെയ്ത മഴ അതിപ്പോൾ ഇങ്ങനായി. ബീച്ചെത്തിയിട്ട് കുറേ നേരമായി. പക്ഷെ ഇറങ്ങാൻ പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ. എന്തായാലും ബീച്ചെത്തിൻ്റെ സന്തോഷം ഞങ്ങളെ മുഖത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഇനി ഒരു മിനിറ്റ് ഞങ്ങൾ നേരം വെക്കില്ല, നേരെ ഫുഡിൽ കിടന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ സ്വീറ്റ് കോൺ ആണ് തിന്നത്. നല്ല എരിവ് ഉണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി കേട്ടോ സ്വീറ്റ് കോണിന്. അപ്പം ഞങ്ങൾ നടന്നു. എന്താ തിന്ന ഐഷ? സ്വീറ്റ് കോൺ തിന്നു. ഇനിയിപ്പം നേരെ അടിപൊളി സ്വീറ്റ് കോൺ തിന്നു. ഇനി നേരെ നമ്മൾ നടത്താൻ തുടങ്ങുകയാണ്. എവിടെയെങ്കിലൊക്കെ നിർത്തും. കുറച്ചു നേരം ബീച്ചിൽ വെള്ളത്തിൽ കളിച്ചതിന് ശേഷം, കുറേ നേരം ഞാൻ കളിച്ചതിന് ശേഷം ഞങ്ങൾ ഉലാത്ത ഇറങ്ങിട്ടോ. ഇനി ഫുഡ് എവിടെ കിട്ടണം അവിടെയാണ് ഞങ്ങൾ നിർത്തുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വാങ്ങി മൊബൈൽ ചോറിൻ്റെസൊക്കെ തിന്നുണ്ടായിനി. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ ക്രമം കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ നടക്കുന്നത് വണ്ടിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നല്ല ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ബീച്ചിൽ കയറി അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങിക്കണ്. അല്ലേ മോളുവാ? ബാക്കി വിശേഷങ്ങൾ വീട്ടിലെത്തിട്ടേ. അപ്പൊ ഞങ്ങള് ഇവിടെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ഹോട്ടലിൽ പോവാം. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നെഹ്ദി മന്തി റെസ്റ്റോറൻറ്റിലാണ് എത്തിയിട്ടുള്ളത്. കോഴിക്കോടിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മന്തി സ്പോട്ടാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ നല്ല ലാഗും ഉണ്ടേനി കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ശ്രദ്ധിക്കുമ്പം ബാക്കിൽ നിന്ന് ഒരാൾ ഞാൻ ചെയ്യണ അതേമാതിരി ചെയ്യണത് നിങ്ങൾക്ക് കാണാം. അതേ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പം ഇത് കാണുമ്പോൾ ചിരിയാണ് കേട്ടോ വരുന്നത്. ഞങ്ങളിതാ നമുക്കൊരു സ്പെഷ്യലായിട്ട് ഒരു അറബിക് സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലത്താണ്. നമ്മൾ 12 പേരുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുട്ടികളെ ഞാൻ കാണിച്ചു. എവിടെ ചെന്നാലും ഇവരെ ഫുൾ വൈബാണ്. ഇവിടെ ചെങ്ങായി ഇവിടെ നിന്ന് സുജൂത് ചെയ്ത് കേൾക്കുന്നുണ്ട്. ലാൽ ഈമാനി വൽ ഈമാനിയാണ് കേട്ടോ. കുട്ടികളെല്ലാം കൂടി ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാണോ അതോ കളിക്കാൻ വന്നാണോ എന്ന് മാത്രമേ ഡൗട്ടുള്ളൂ. എല്ലാവരും ഭയങ്കര കച്ചറക്കളി കളിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങളിതാ അവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശക്കുണ്ട്. അത് മാത്രമല്ല നല്ല ഫുഡ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡാണ്. കാത്തുന്നൊടുവിൽ നമുക്ക് ഫുഡ് എത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞ് പിന്നെ ഫുഡ് വെന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫുഡ് എല്ലാം കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഉള്ള റെസ്റ്റോറൻറ്റിലുള്ളൊരു വാഷ്റൂമിൽ കയറി ഫേസൊക്കെ ഒന്ന് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോവാം. അങ്ങനെ
ബീച്ചിലും പോയി നല്ല ഫുഡും കഴിച്ച് മനസ്സും വയറൊക്കെ നിറഞ്ഞേക്കണ്. ഒന്നും പറയാനുള്ള ഫുഡ് അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നല്ല ഉറക്കവും വരുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ വാഷ്റൂം കണ്ടിനി. അപ്പോൾ വാഷ്റൂമും പിന്നെ ഒരു നല്ല കണ്ണാടിയും കണ്ട് നമ്മൾ വെറുതെ വിടൂലല്ലോ. അപ്പം ഈ ഉറങ്ങണത് അത് വീഡിയോ എടുക്കണത് ഞാൻ തന്നെയാണ്. നമുക്കൊന്നും വീഡിയോ എടുക്കാൻ ആരുമില്ലല്ലോ, അപ്പം നമ്മളൊക്കെ തന്നെ. പിന്നൊന്നുമില്ല, നേരെ വീട്ടിൽ പോയി നല്ലൊരു ഉറക്കം ഉറങ്ങി. ബൈ.